ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബ്സ് ആണെങ്കിലും പുതിയ വ്യൂസ് ആണെങ്കിലും എല്ലാവരും പുതിയ ഒരുപാട് ആളുകളെ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ വീഡിയോസ് കാണുന്ന ലൈക്ക് അടിച്ച ഷെയർ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ ഉണ്ടാവണം എന്നേ പറയാനുള്ളൂ കേട്ടോ. നല്ല ഉദ്ദേശത്തോടെ കൂടിയിട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. നമ്മുടെ കാര്യം മാത്രമല്ല മറ്റുള്ളവരും കൂടി സഹായിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ വിഷമം പോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമം കൂടിയും കാണണമെന്നും അതുപോലെ അത് ചെറുപ്പം പോലെ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയെ അങ്ങനെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ആരെയും സഹായിക്കാനും ഇതിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ സഹായിക്കാനൊക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. പിന്നെ എല്ലാവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മാറട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് മഞ്ചേരിത്തെ വീട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ ആയി. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നതാട്ടോ. അപ്പോൾ എന്നും വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് മഞ്ചേരി ടൗണാണ്. അപ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ലാമിനെയും കൊണ്ട്, ലാമിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു ടൈം പാസ്സുമായി, എന്താ സംഭവം എന്ന് അറിയാൻ ചെയ്യാമല്ലോ. അങ്ങനെ കുട്ടികളെ കൊണ്ടുവന്ന് വന്നതാണ്. എന്താണ് അവസ്ഥ എന്ന് നമുക്കിന്ന് അകത്ത് കയറി നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ലാമിനെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അവളെങ്ങാനും നമ്മൾ മക്കരപ്പറമ്പ് വീട്ടിൽ പോവുകയാണോ എന്നുള്ള ഒരു പേടിയാണ്. അവൾക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകണ ഇഷ്ടമല്ല. കാരണം ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വിരുന്ന് വരാറുള്ളൂ. അല്ലെങ്കിൽ ഒരു 2-3 മാസം കൂടുമ്പോൾ 2 ദിവസത്തിനൊക്കെ വരാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് എങ്ങനെ പോവുകയാണോ എന്നറിയില്ലല്ലോ. തിരിച്ചു പോവുകയാണോ എന്നുള്ള പേടി കാരണം അവൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ഡാൻസൊക്കെ കേട്ടോ. അവിടുത്തെ പാട്ടിനനുസരിച്ചുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. മോനൂസ് ചെയ്തു എല്ലാവരും ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ പരിചയമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ടൊന്ന് ഫാസ്റ്റ് അടിച്ച് വിടണം കേട്ടോ. പിന്നെ ലാമി ഈ സാധനത്തിൽ കുറേ ചാടി. അവളുടെ ഒരു ഫേവറേറ്റാണ് കേട്ടോ ഈ ഒരു സാധനത്തിൽ. അൻവർക്കയാണ്. അൻവർക്ക ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. കാരണം നമ്മളൊരു മര്യാദക്കൊരു വീഡിയോ ചെയ്യാൻ അൻവർക്ക സമ്മതിക്കില്ല കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ സംഭവങ്ങളുണ്ട്. ലാമിക്ക് ഇതൊന്നും മനസ്സിൽ പിടിച്ചിട്ടില്ല. അവൾക്ക് ആ ഒരു ചാടി കളിക്കണ സാധനം, അതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ സ്ഥലം കേട്ടോ അത്. അധികം തിരക്കൊന്നുമില്ല. നമ്മളൊരു 5:30 മണിയൊക്കെ ആകുമ്പോഴാണ് ചെന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അത്രയും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്ത് ക്യൂവിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ലാമിക്ക് ടിക്കറ്റ് എടുക്കണം, എന്നാലേ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. അതൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് അവൾക്ക് മോന്ത കനപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ഫോട്ടോസിനൊന്നും നിന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ചീത്ത പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറച്ച് സമയം നിന്ന് തന്നത് കേട്ടോ. പിന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയാം, ഈ ചെടികൾ, നല്ല ഭംഗിയുള്ള ചെടികൾ. എനിക്ക് ചെടി എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഭയങ്കര പ്രാന്താണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള ചെടികൾ കേട്ടോ. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ കാണിച്ച പോലുള്ള കളർ ചെടികൾ എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ അതിൻ്റെതായ വളർത്തേണ്ട രീതികളെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയൊക്കെ വെട്ടി കുത്തി വളരണമുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നമ്മളൊക്കെ ഒന്ന് വലിയ മരങ്ങളാക്കി വളർത്തും. പക്ഷെ ഇവരത് കട്ട് ചെയ്ത് ചട്ടിയിലൊക്കെ അല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനതന്നെ നോക്കി നടക്കുകയായിരുന്നു. പിന്നെ മോന് പിന്നെ എവിടെ പോവുകയാണെങ്കിലും ലാമിനെ നിലത്ത് വെക്കൂല കേട്ടോ. അവന് ഭയങ്കര പേടിയാണ്, ഇങ്ങനെ കൊണ്ടു നടക്കും. അല്ലെങ്കിൽ എടുക്കാൻ പറഞ്ഞാൽ എടുക്കൂല. പക്ഷേ ആളുകളുള്ള ഏരിയയിൽ കണ്ടാൽ അവളെ നിലത്ത് വെക്കൂല, ഇങ്ങനെ ഏറ്റിക്കൊണ്ടേ നടക്കും കേട്ടോ. കണ്ടോ, നല്ല നല്ല ഭംഗിയുള്ള കാണാത്ത ചെടികൾ. ഇതിന് മുമ്പ് അധികം എവിടെയും കാണാത്ത ടൈപ്പിലുള്ള ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള ഇലകളുള്ള ചെടികൾ കേട്ടോ. പൂക്കൾ ഉള്ളതുകൊണ്ട് വെറും ഇലകൾ മാത്രം 2-3 കളറിലൊക്കെ മിക്സ് ചെയ്ത പോലെയൊക്കെ നിൽക്കുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള ചെടികളൊന്നും അധികം എവിടെയും കണ്ടില്ല. ഇതൊക്കെ പിന്നെ റോസ്, തെച്ചി, ചിലർ ചെത്തി എന്ന് പറയും, നമ്മളിവിടെ തെച്ചി എന്ന് പറയാം കേട്ടോ. അതുപോലെ റോസ് പനനീര് പറയും, ചിലർ റോസ് എന്ന് പറയും. അതൊക്കെ പല കളറിലും ഉണ്ട് കേട്ടോ. എനിക്ക് ചെടി എന്ന് പറഞ്ഞ പ്രാന്താണ്. അതാണ് ഞാനത് നന്നായി വീഡിയോ എടുത്തു കേട്ടോ. മോനിപ്പോൾ ആളില്ലാത്ത ഏരിയയിൽ കൊണ്ടുവന്നിട്ട് അവന് മോളെ നിർത്തിയിട്ടോ. ആളുണ്ടെങ്കിൽ എടുത്തിട്ട് വീണ്ടും എടുത്ത് പൊക്കും. അതിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ അടുത്ത് തരില്ല. അവനൊരു പേടിയാണ്, ഇനി അങ്ങനെ മിസ്സായി പോകുമോ എന്നൊക്കെയുള്ള പേടിയായിരിക്കും കേട്ടോ. എന്നാൽ പിന്നെ അത് നമ്മളെ മുന്നിൽ പ്രകടിപ്പിക്കില്ല, അത് അറിയാത്ത പോലെ നടക്കും. പക്ഷേ അവനൊരു കെയറിങ് അവളെ പ്രത്യേകിച്ചുണ്ട്. അവനും അവളും 15 വയസ്സുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഉണ്ടാകും. ഈ ചെടികൾ കണ്ടോ, ഈ ചെടികളുണ്ടോ, ഒരു പ്രത്യേകത ഉള്ള ചെടികൾ കേട്ടോ. അത് പൂക്കളല്ല, ഇലകളാണ്. അപ്പോൾ അതിൻ്റെ തലപ്പത്തുള്ള ഇല ഒരു വേറെ കളറായിരിക്കും. അതുപോലെ ഈ ചെടികളൊന്നും, ഈ വെള്ള കളറുള്ള ചെടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടോ, ഇത് ഇലകളാണ്, പൂക്കളൊന്നുമല്ല. പക്ഷേ ഇതെന്ത് സംഭവം എനിക്കറിയില്ല. നല്ല കളർ ചേഞ്ചുള്ള ഞാൻ കാണാത്ത തരം ചെടികൾ കേട്ടോ. പിന്നെ അപ്പോൾ മാഷാ അല്ലാ, ഞങ്ങൾ ഈ പൂക്കളും പൂന്തോട്ടങ്ങളൊക്കെ കണ്ട് അകത്തേക്ക് കയറിയത് കുറേ പക്ഷികളും അതുപോലെ നമ്മൾ കാണാത്ത തരം മീനുകളും മറ്റേ മൃഗങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയിലേക്കാണ് കേട്ടോ ചെന്നത്. അക്വേറിയം, പലതരം മീനുകളായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അയില, മത്തി, ചാള, കരിമീൻ, ഐക്കോറ, സ്രാവ്, വാള, പിന്നെന്താ റെഡ് ഫിഷ്, ബ്ലാക്ക് ഫിഷ്, പുള്ളിയുള്ള മീൻ, പുള്ളിയില്ലാത്ത മീൻ, അങ്ങനെ പലവിധ മീനുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആകെ എന്താ പറയുക, കുഞ്ഞു സാധനങ്ങൾ. എന്നാൽ പിന്നെ വലിയതും ഉണ്ട് കേട്ടോ. ഓരോ പുള്ളി ഉള്ളതും പുള്ളി ഇല്ലാത്തതും നീണ്ടതും ചെരിഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ. ചില സാധനങ്ങൾ എന്താ കുഞ്ഞത്, എന്താ പറയുക, ഒരു റബ്ബർ, എന്താ പറയുക, ഇത് കണ്ടോ, ഇതൊരു പ്രത്യേകത ഉണ്ട് ഈ മീനിന്.
എന്ത് ഭംഗിയാണ് ഓരോന്നെന്നറിയോ പടച്ചോനെ. എന്താ പറയുക, ഇതൊക്കെ കടൽ ഫിഷുകളാണെന്ന് പറയുന്നത്. കടലിലുള്ളതാണോ അല്ലാഹു ആലം. അല്ലാതെ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ കഴിയില്ലല്ലേ. ഇത് രാജാക്കന്മാരെ കൂട്ടിട്ട ഒരു തരം തിളക്കുള്ളൊരു മീൻ കേട്ടോ. ഇതാണ് രാജാവെന്ന് തോന്നുന്നു എന്നല്ല, ഇത് വേറൊരു ഐറ്റം. അങ്ങനെ കുറേ കാണാത്ത മീനുകൾ കുറേ കണ്ടു കേട്ടോ, ഒരുപാട് കണ്ടു കേട്ടോ. കണ്ടോ മോനു ലാമിനെടുത്തിട്ട് തിരക്കുള്ള ഭാഗത്തുനിന്ന് മോനെടുത്തിട്ട് എളിയിൽ വെക്കും കേട്ടോ, നിലത്ത് വെക്കൂല, ആർക്കും തരൂല. ഞാനെടുത്തോളം കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല, അവനൊരു പേടിയാണ്. ഇതൊക്കെ കണ്ടോ, ഈ മീനൊക്കെ കണ്ടോ, വെറൈറ്റികൾ ഒരുപാട് കേട്ടോ. എല്ലാം കൂടിയും കണ്ടപ്പോൾ ഭയങ്കര ഇത് കണ്ടോ, ഇതൊരു എന്തോ ഒരു ബോള് പോലെ ഒരു സാധനം. പിന്നെന്തോ വിമാനം പോലെ എന്തൊക്കെയാ ചിറകുകളൊക്കെ ഒരു എന്തൊക്കെയാ പറയാ, ഒരു വെറൈറ്റികൾ കേട്ടോ. സിലോപ്പിയാണ്, സിലോപ്പി. ആവോലിമുള്ളൻ മാറിക്കിടരുതേ. സിലോപ്പി, സിലോപ്പി. നല്ല മഞ്ഞൾപ്പൊടി, കുരുമുളക്. സ്രാവ് കടിച്ചാൻ വരുന്ന തലയില് ഭൂമി തലയിലൊന്നുമില്ല ചോദിച്ചില്ല. ഇതാണോ ഷാർക്ക്? അതല്ലേ ആരേനും അടിച്ച് മാറ്റോ ഷാർക്ക്. ഇതെന്താ സാധനം, മീൻ തന്നെ അല്ലേ? അവിടെ കുഞ്ഞുകുട്ട ഇവരെ താമസിക്കുന്ന വീടാണ് അവന്. ഈ പവിഴപ്പുറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനമാവും. ജീവനുണ്ട് അതിന്. ഇളകണോക്കി കേട്ടത്, ഇങ്ങനെ ഇളകുന്നത് കണ്ടോ? പവിഴപ്പുറ്റ് പോലത്തെ സാധനങ്ങളാണ്. ഇത് കണ്ടപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് പവിയപ്പുറ്റാണെന്നുള്ള സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് പിന്നെ പവിയപ്പുറ്റ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട്, ഞാനത് കാണാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും അത് അനങ്ങണുണ്ട് എന്ന് മനസ്സിലായി. അതിന് ജീവനുണ്ട് കേട്ടോ. എന്താ സാധനം എന്നറിയില്ല. ഇനിയിപ്പോൾ ഈ മീനുകൾ കിടക്കുന്ന അതിൻ്റെ കൊട്ടാരം വല്ലതും ആണോ എന്നറിയില്ല. ഈ സാധനം ഇളകുന്നുണ്ട്, ഇതിന് ജീവനുണ്ട്. പക്ഷേ അതൊരു വൃക്ഷം അങ്ങനത്തെ സംഭവമൊന്നുമല്ല, മീനെന്തോ ആണ് തോന്നുന്നു, എന്തോ ജീവുള്ളൊരു ജന്തു ആണത്. പിന്നെ ഇതുപോലെ പക്ഷികൾ പലവിധം, ചുണ്ട് ചുമന്നതും കറുത്തതും വെളുത്തതും പല കളർ യൂണിഫോം ഇട്ട ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് കേട്ടോ പക്ഷികൾ. സത്യത്തിൽ അത്ഭുതമായി പോട്ടോ അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ. നമ്മളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളത് തത്ത, മൈന, കാക്ക, മറ്റേ എന്താ പറയുക പരുന്ത്, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസിനല്ലേ. അല്ലാതെ കാര്യപ്പെട്ട ഇതുപോലുള്ള വെറൈറ്റികളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ. കാരണം വെച്ചാൽ വല്ല ഡ്രസ്സും തയ്ച്ചിട്ട് കൊടുത്ത പോലെയാണ് ഓരോ മീനുകളും അതുപോലെ പക്ഷികളൊക്കെ അവസ്ഥ കേട്ടോ. കാരണം അവർക്ക് അള്ളാഹു അങ്ങനെ കൊടുത്തിട്ട് അവർക്ക് അങ്ങനെയാണ് കൊടുത്തത്. ഇത് കണ്ടോ, ഈ സാധനം എല്ലാവരും പറഞ്ഞു ആദ്യത്തെ വെള്ളം വറ്റിപ്പോയി, പാവം അതിന് വെള്ളമില്ലാതെ കിടക്കുകയാണ്, ഇതെന്ത് മീനാണാവോ. പിന്നെയല്ലേ ഇവിടുത്തെ കിട്ടിയത്, അത് എലിയാണ്, കുഞ്ഞു എലികളാണ്. അതെന്തോ അവിടെ ഉറങ്ങാണ് തോന്നുന്നു കേട്ടോ. ചിലർ മുള്ളംപന്നിയാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് എലിയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്, റാറ്റ് എന്നാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം പാമ്പ്. ഇത് സഹിക്കൂല, അതിനെവിടെ കണ്ടാലും എനിക്ക് പേടിയാണ്, ദേഷ്യമാണ്. അപ്പോൾ നമ്മളെ മക്കരപ്പറമ്പിലെ വീടിൻ്റെ അവിടെ ചുറ്റും പാമ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോകണം പറയണതും. പിന്നെ അതിൻ്റെ ബാക്ക് ഇടിയാൻ സാധ്യത ഉണ്ടെന്നും ഒരു ഡൗട്ട്. കാരണം നല്ല ഉയരമുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ എൻ്റെ മുന്നേട്ട വീഡിയോ കണ്ടാലും അറിയാം നമ്മളാ പരിസരം. അപ്പോൾ ഈ പാമ്പിനെ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര എനിക്ക് ആകെ ബേജാറാവുന്നുണ്ട്. കാരണം നമ്മൾ ആ വീടും പൂട്ടി പോകുന്നതാണ്, ഇനി അതിൻ്റെ ഉള്ളിലെങ്ങാനും കയറി പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട്. ഇതൊക്കെ എന്ത് വലുപ്പമുള്ള മീനാണെന്നറിയോ, അതിൻ്റെ ആ കൂട്ടിൽ പോലും അതിന് വലുപ്പം, ശരിക്കും അതിന് നീന്തി കഴിക്കാനുള്ള വലുപ്പമല്ല സാധനം, നല്ല വലുപ്പം. ഇതെന്ത് സാധനം എന്നറിയില്ല കേട്ടോ. ഇതെന്തോ ഓന്തിൻ്റെ വലിയ ഒരു സാധനം. പിന്നെ അടിപൊളി കോഴികളും ഒരുപാട് പക്ഷികളും. പിന്നെ ഇതിൻ്റെ വാല് തലയിലാണോ സംശയമുണ്ട്, കാരണം അത്രയും എന്തോ ഒരു വെറൈറ്റി പ്രാവുകൾ കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു ഓമനത്തം തോന്നിയത് കേട്ടോ. കാരണം എലികൾ, യൂണിഫോം ഇട്ടത് ഒരു തരം എലികൾ കേട്ടോ. ഒരു നിറമല്ല, 2-3 നിറമൊക്കെ നല്ല ഭംഗി കാണാൻ കേട്ടോ. കണ്ടാൽ പിടിക്കാനൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ്. ചില്ലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ കുറേ മാന്തിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുറേ എന്താ പറയുക, നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കേട്ടോ. പാവം കണ്ടിട്ട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയ
മറ്റുള്ളതൊന്നിനോട് ഇത്ര ഇഷ്ടം തോന്നിയില്ല. ഇഷ്ടം തോന്നിയ ഒരൊറ്റ സാധനം, അത് ഈ കുഞ്ഞു മക്കളായിരുന്നു കേട്ടോ. അത്രേ വലിപ്പമുള്ളൂ പറഞ്ഞു ഇവർ കേട്ടോ. ഇവർ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും ആ കൂടിനകത്ത് അവർക്ക് ഇടയ്ക്കൊന്ന് കയറി കിടക്കാൻ പറ്റിയൊരു കൂടൊക്കെ വെച്ച് കൊടുക്കണം. അത് ഓപ്പണായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അസ്വസ്ഥതയായിരിക്കുമല്ലോ. അങ്ങനെ നല്ല ഭംഗിയുണ്ട്. ലാമിക്കും ഇഷ്ടപ്പെട്ടിരിക്കണം അതിനെ കേട്ടോ. പിന്നെ ഇത് ഇതാ കല്യാണ ചെക്കനും പെണ്ണും ഒരുങ്ങി നിൽക്കണ പോലെ രണ്ടാൾ അനങ്ങാതെ. ഇവരുടെ ഡ്രസ്സിങ് നോക്ക്. ഇത് അള്ളാഹു വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. ഓരോ പക്ഷികൾക്ക് ഓരോ വെറൈറ്റി ഭംഗി കൊടുത്തതേ. പിന്നെ ആ തത്ത വലിയ ടൈപ്പാണ് പഞ്ചവർണ്ണ തത്തേ അങ്ങനെ എന്തോ ഉണ്ടല്ലോ. ഈറ്റങ്ങൾക്ക് കളർ അടിച്ച പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഇതൊക്കെ അള്ളാഹു കൊടുത്ത ഓരോ നിറം തന്നെയാണ്. എന്തൊക്കെ കളറിലാണെന്നറിയോ. വെറൈറ്റികൾ, ഒരുപാട് വെറൈറ്റി പക്ഷികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ 2ലും 3ലൊക്കെ പഠിച്ച കാലത്തുണ്ടായിരുന്നല്ലോ നാരങ്ങ മിഠായി, അതുപോലെ എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ ആ പണ്ട് കാലത്ത് കണ്ടിരുന്ന ഒരുപാട് മിഠായികൾ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ കിട്ടുന്ന ഇത് എല്ലായിടത്തും ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഈ കറക്കണ സാധനമൊക്കെ വാങ്ങി പോകുന്നു കേട്ടോ. ലാമിക്കൊക്കെ ഒരു അറിവ് ആവുമല്ലോ. നമ്മളെ കാലത്ത് ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ എന്താ പറയുക, ആസ്വദിച്ച് തിന്നിരുന്നൊരു സാധനമാണ് കേട്ടോ അതൊക്കെ. ഇപ്പോൾ ഇതൊന്നും കിട്ടാനില്ല എവിടെയും. ഇപ്പോൾ രണ്ടാമത് ഇറങ്ങൽ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും വാങ്ങുകയും. പക്ഷേ ഭയങ്കര വിലയാണ് കേട്ടോ. 20 രൂപ 25 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. ലാമി ഇത് മറ്റേതെന്നൊക്കെ പറഞ്ഞപ്പോൾ അൻവർക്ക് ഓളയും കൊണ്ട് ഓടിക്കോ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് കയറിയപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള 2-3 ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. കാണുന്ന പോലെ എല്ലായിടത്തും എക്സിബിഷന് കാണുന്ന പോലുള്ള സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ല. ചെറുതായിട്ടുള്ളതേ ഉള്ളൂ. ഒരു മരണക്കിണർ കിടന്ന ആ വണ്ടികളൊക്കെ കൊണ്ട് ഓടുന്ന ആ സംഭവം, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ 1-2 സംഭവം, അതുപോലെ യന്ത്രൂഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരുപാട് സംഭവങ്ങളിൽ കയറി മറിയാനൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്നുള്ളതിൽ ലാമിനെ കയറ്റി രണ്ടെണ്ണമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ മുതിർന്ന ആളുകൾക്കാണ്. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെയല്ല, ഇവിടെ മരണക്കിണറിൽ കയറാനൊക്കെ 100 രൂപ അങ്ങനെയൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. അവിടെ ഓരോ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതിലങ്ങനെ കുറച്ചൊക്കെ നോക്കിയിട്ട് എല്ലാത്തിലൊന്നും കയറാനും നിന്നില്ല. ഇത് തന്നെയല്ലേ ഇപ്പോൾ എവിടെ പോയാലും കാണുന്നത്. പിന്നെ ലാമിനെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവളെ ഈ വലിയ ആളുകളെ കൂടുതൽ യന്ത്രൂഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളിലൊന്നും അവളെ കയറ്റാനുള്ള പ്രായം ആയിട്ടില്ലല്ലോ. അപ്പോൾ അവൾക്ക് പറ്റിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവസാനം ഈ കറങ്ങുന്ന സാധനത്തിൽ കുട്ടികളെ കൂട്ടത്തിൽ ഇരുത്താമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, അത് വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവൾക്ക് ഇഷ്ടം ആ ഒരു കാറ്റ് നിറച്ചിട്ടുള്ളൊരു സാധനമുണ്ടല്ലോ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതിൽ നിന്ന് ചാടി കളിക്കുക. അത് എത്ര കളിച്ചാലും മതി തീരാത്ത ഒരാളാട്ടോ. അവിടുന്ന് ലാമി മാക്സിമം അടിച്ചു പൊളിച്ചു കേട്ടോ. അവൾക്ക് ഏതൊരു എക്സിബിഷനോ എവിടെ പോയാലും പാർക്കിൽ എവിടെ പോയാലും ഈ ഒരു സാധനത്തിലേ അവൾ കയറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ഇറങ്ങിപ്പോയി. അയാളങ്ങനെ വിളിക്കുന്നുണ്ട്, മതി വാ ടൈം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൾക്ക് എന്ത് ടൈം, ഇവൾ വരണ്ടേ. അയാൾ വിളിച്ചിട്ടും പിന്നെ ഞങ്ങൾ വിളിച്ച് ടൈം കഴിഞ്ഞത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ടിട്ടാണ് അവൾ വന്നത് കേട്ടോ. അവൾ വരാൻ തയ്യാറല്ലായിരുന്നു. പിന്നെ പിടിച്ചിറക്കി കൊണ്ടുവന്നു. ആൾക്ക് ഇഷ്ടമായിട്ടില്ല. സീതു ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആൾക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ദേഷ്യം പിടിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ ടൈം കഴിഞ്ഞു എന്നൊന്നും പറയണമെന്നും അവൾക്ക് അതിനുള്ള വിവരമൊന്നുമില്ല. പിന്നെ തൽക്കാലം അങ്ങോട്ട് പിടിച്ച് വലിച്ച് എങ്ങനെയൊക്കെയോ കൊണ്ടുപോയതാട്ടോ. തിരിച്ച് വരുന്ന സമയത്ത് ജസീല ബൈപ്പാസിൻ്റെ അവിടെ ആ ഹോട്ടലിൻ്റെ മുന്നിൽ ഒരാളങ്ങോട്ട് വീണു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു പടച്ചറബേ എന്ത് പറ്റി എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അത് വീഴ്ച ക്യാഷ് കൊടുത്ത് വീഴുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. നന്നായി കുടിച്ച് ഫിറ്റായിട്ടുണ്ട്.
ആളാ സ്റ്റെപ്പുമ്പോൾ കൂടെ താഴോട്ടോട് വീണു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ക്രിസ്മസ് അല്ലേ, അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ റോഡിലൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നേ. സംഭവം നല്ല രസമുണ്ട്, എല്ലാവരും ഒരേപോലെ തൊപ്പിയൊക്കെ വെച്ച് ക്രിസ്മസിൻ്റെ എന്തോ ആഘോഷങ്ങളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിർത്തിയില്ല, കാരണം വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു. ഒരു സൈഡ് കൂടെ ഫുള്ള് പിന്നെ അവരുടെ റാലി പോലുള്ള സംഭവമൊക്കെ ആയ കാരണം ഇപ്പുറത്തുകൂടെ വണ്ടി വരുന്നത്. അപ്പോൾ അവിടെ പാർക്ക് അപ്പോൾ വണ്ടി നിർത്തിയിട്ടൊന്നും നമുക്കത് കാണാൻ പറ്റില്ല. അങ്ങനെ വണ്ടി റണ്ണിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിലുള്ളൂ നമ്മൾക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും കമൻറ്റ് ഇട്ടതിനൊക്കെ ഒരുപാട് നന്ദി കേട്ടോ. എല്ലാ ഫ്രണ്ട്സിനോടും ഒരുപാട് താങ്ക്സ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ.